Abdul Karim, seorang penjahit dari Nilambur, Kerala, India, mengubah sebagian rumahnya menjadi museum pribadi yang mendokumentasikan sejarah sepak bola sejak Piala Dunia 1986. Di tengah keterbatasan finansial, gairah besarnya terhadap sepak bola mendorongnya untuk mengumpulkan clipping berita dari berbagai bahasa, Malayalam, Inggris, dan Arab, perangko, koin, hingga barang antik bertema sepak bola. Didukung oleh istrinya, Sakina, koleksi berharga penggemar Pele dan Messi ini sempat rusak akibat tanah longsor mematikan di Choralmala pada Juli 2024. Meski demikian, Abdul Karim tetap bangkit dan terus merawat serta memperluas arsip sepak bolanya demi menjaga sejarah olahraga yang dicintainya tersebut. ആയിരത്തി 1986 മുതലാണ് ഈ ഫുട്ബോളിൻ്റെ ന്യൂസ് പേപ്പർ ശേഖരിക്കാൻ ഞാൻ തുടങ്ങിയത്. അതിന് കാരണം ഫുട്ബോളിനോടുള്ള എൻ്റെ അമിതമായ ആവേശവും തന്നെയാണ് അതിന് കാരണം. ഫുട്ബോളിൻ്റെ സ്റ്റാമ്പുകൾ, ഫുട്ബോളിനെ പറ്റി എന്ത് ന്യൂസുകൾ കണ്ടാലും വന്ന് ചെറിയ കട്ടിങ് ആക്കി എടുത്തു വെക്കായിരുന്നു അന്ന്. ഞാൻ ഒരു തയ്യൽ തൊഴിലാളി ആണ്. പിന്നെ നിത്യവരുമാനത്തിലാണിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പ്രാരാബ്ധത്തിൻ്റെ ഇടയിലും ഈ പേപ്പറുകൾ കണ്ടാലും അതിൻ്റെ ന്യൂസുകൾ കണ്ടാലും അത് വാങ്ങി സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഫുട്ബോളിനോടുള്ള അമിതമായ ആവേശം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ സൂക്ഷിക്കുന്നത്. എൻ്റെ കളക്ഷനിൽ, പേപ്പർ കളക്ഷനിൽ എല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. 1986 മുതലുള്ള പേപ്പറുകൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. പെലെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ സ്റ്റാർ. പെല അന്ന് ഏറ്റവും നല്ല കളിക്കാരനാണ്, ഏറ്റവും നല്ല പ്ലെയറായിരുന്നു പെലെ. അപ്പോൾ പെലെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ സ്റ്റാർ. അതിന് ശേഷം പിന്നെ മെസ്സിയാണ്. അർജൻറ്റീന ടീമിൻ്റെ ഫാൻസാണ് ഞാൻ. പിന്നെ മെസ്സിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ. അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ എന്തായാലും അർജൻറ്റീനയാണ് ജയിക്കുക. അവരെ കളി നല്ല സെറ്റപ്പുള്ള കളിയാണ്. അവരെ പാസിങ് ഇതൊക്കെ വളരെ ക്ലിയറാണ്. അതുകൊണ്ട് അർജൻറ്റീന ജയിക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. Jelajahi cara baru mendapatkan informasi. Download Metro TV Extend sekarang.